ഹലോ ഗൈസ്, വെൽക്കം ടു ഗസ്റ്റൻഡോർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് മിറായ്. പടത്തിൽ അഭിനയിക്കുന്ന തേജ് ഋത്വിക് നായക് എന്നാണ്. പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് എന്നാണ് സോറി. രഘുപതി ബാബു, ശ്രേയ സരൺ, ജയറാം, ഗെറ്റപ്പ് ശ്രീ, മഞ്ജു മനോജ് എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് കാർത്തിക് ഘട്ടം ഇനി പറഞ്ഞ ആളാണ്. അതിന് മുമ്പ് ഈഗിൾ എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നൊരു വ്യത്യാസമുള്ള. അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു KG സ്പൂഫാണ്. അത് ചോദിച്ചുകൊണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടാവുന്ന ഒരു പടമാണ്. പിന്നെ എഡിറ്റിംഗ് ബൈ പ്രദീപ് ദേശ്പാണ്ഡെ ആൻഡ് ശ്രീകർ പ്രസാദ്. പടത്തിൻ്റെ മ്യൂസിക് കമ്പോസിങ് ഗൗരഹരി എന്ന് പറഞ്ഞ ഒരാളാണ്. ഇതിന് മുമ്പ് അവർ ഏതൊക്കെ അവിടെ മ്യൂസിക് കേട്ടിട്ടുണ്ടോ. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നിധി പ്രിയ. സ്റ്റൺസ് ക്രിറ്റ് ട്രിവോറാസ്കി റെക്കോർഡ് പറഞ്ഞൊരാളാണ് ഇതിൻ്റെ സ്റ്റണ്ട് ചെയ്ത് ചെയ്യുന്നത്. ഇത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. പാട്ട് എങ്ങനെ ചോദിച്ചാൽ തീപ്പടം, ഫയറിങ്. ഇപ്പോൾ നമ്മളിപ്പോൾ ലിയോ, കയസരിയാക്കട്ടു, ലോക, അതൊക്കെ ശേഷം ഒരു അടിപൊളി ഫയറിങ് സാധനം തന്നെ തന്നിട്ടുണ്ട് ബൈ തേജ് സജ്ജ. സൂപ്പർ പടം ചെയ്തിട്ടുണ്ട്. ഒരു ഹനുമാൻ മാതിരി ഒരു പടമാണോ എന്ന് ചോദിച്ചാൽ ഒരു മുമ്പ് ഒരു കാര്യം പറയണ്ട. തേജ് സജ്ജയുടെ ഞാൻ കണ്ടിരിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബേബി ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയൊരു ക്യാരക്ടറാണ് എന്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്കിൻ്റെ തെലുങ്ക് റീമേക്കാണ്, ഷെന്നികത്തിൻ്റെ ഇഷ്ക് സിനിമയുടെ തെലുങ്ക് റീമേക്കിൽ ഇങ്ങനെ നായകൻ. അത് എനിക്ക് ആവറേജായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന ഹനുമാനാണ്. പിന്നെ ഇതും. അപ്പോൾ ഈ 3 പടം വെച്ച് നോക്കുമ്പോൾ ബേബി ഞാൻ അതിൽ ഇഷ്ക് ചേർക്കുന്നു. ഇഷ്കിൻ്റെ തെലുങ്ക് റീമേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ബേബിയും ഹനുമാനും. ഇപ്പോൾ ബേബി ഓക്കെ, അതൊരു കോമഡി പടം, അങ്ങനെ ചെയ്തത് സിനിമയിൽ. അതുകൊണ്ട് നമ്മളത് വിടാം. പക്ഷേ ഹനുമാൻ സിനിമയിലൂടെയാണ് ഈ നായകന് ഒരു ഫ്യൂച്ചറിലെ ഒരു റിബൺ സ്റ്റാർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഫ്യൂച്ചറിലെ തെലുങ്കു മാസ് മഹാരാജ എന്ന് പറയാൻ പറ്റുകയാണ് ഈ തെലുങ്ക് സൂപ്പർ സ്റ്റാർ. രമേഷ് ബാബുവിനൊക്കെ മാതിരി ഇപ്പോഴത്തെ സ്റ്റാറിൻ്റെ ഒക്കെ ഫ്യൂച്ചറിൽ പിടിച്ചു കാണാൻ പറ്റുന്ന ഒരു നടനെ എന്ന് തോന്നിപ്പിച്ചൊരു സിനിമ ഹനുമാൻ. അപ്പോൾ അതിന് ശേഷം ചെയ്യുന്ന സിനിമ എന്നുള്ള ഒരു ഹൈപ്പുണ്ടായിരുന്നു എനിക്ക്. കാർത്തികേട്ടൻ്റെ എനിക്ക് ഇപ്പോൾ ഈ കാണുന്ന സിനിമ ദൈവമാണ് ഡയറക്റ്റ് ഈ സിനിമയിലേക്ക് ഫീൽ ചെയ്തപ്പോൾ അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിരുന്നു. അത് ഞാൻ പിന്നെ ട്രെയിലർ ടീസറൊക്കെ കണ്ടപ്പോൾ അത് KG സ്പൂഫാന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടെന്നാൽ ഞാൻ ആ ഒരു ഉറപ്പിൽ എന്നാൽ സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എനിക്ക്. പിന്നെ പടത്തിൻ്റെ പറയാൻ പറഞ്ഞോട്ടെ, ഈ സിനിമയിലും ഹൈലി പോസിറ്റീവ് ദ നറേഷൻ. സ്റ്റാർട്ടിങ്ങിൽ എന്നൊരു നറേഷൻ ഉണ്ട്, തീരെ സാധനം. പ്രഭാസാണ് ചെയ്യേണ്ടത്. അത് ഞങ്ങൾക്കിപ്പോൾ കൂടെ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞത് മാത്രം, കണ്ടവർക്ക് മാത്രം. അണ്ടർക്ക് ബാസിൻ്റെ നറേഷൻസ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ബഡ്ജറ്റ് എനിക്ക് അറിയണം കേട്ടോ, 60 കോടി എന്നാണ് പറയണത്. ആയിരിക്കുള്ളൂ, കാരണം ഹനുമാൻ്റെ ബഡ്ജറ്റ് എന്ന് പറയണത് 25 കോടി എന്തായിരുന്നു. എന്നിട്ട് അത് 300 കോടി അടിച്ചെങ്കിൽ ഇത് ഒരു 60 കോടി എടുത്തിട്ട് എത്ര അടിക്കുന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചോ. അതേസമയം 27.28 അടിച്ചോണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. പക്ഷെ പേടിക്കേണ്ട ഒരു നിങ്ങൾക്ക് വരാനിരിക്കുന്നയാളും കളക്ഷൻസ് കൂടി വരാൻ പോകുന്നതുള്ളൂ. ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ എന്താണെന്ന് കാത്തിരിക്കാം. എന്തായാലും ഈ കിങ്ഡം വാർ 2 മധുരസ് ഇതുമാതിരി നല്ല നല്ല പടങ്ങളെ പറ്റിച്ച ബിറ്റ്സ് ഓഫീസ്
ഈ പടത്തിനെ പറ്റിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ തേജ് സൂപ്പർ ചെയ്തിട്ടുണ്ട്. അനിമാലിൽ കണ്ട ഒരു എനർജി ഇതിൽ എനർജി മീൻസ് ഒരു 1.5 മണിക്കൂറിൽ മീൻസ് ഒരു പാവിയായിട്ടുള്ള ഒരാൾ പിന്നെ ഇങ്ങനെ ഒരു പവർ കിട്ടുന്നു. ആ പവർ ആയുധത്തിൻ്റെ പവർ എന്താണെന്ന് ഇങ്ങനെ മനസ്സിലാക്കുന്നു. അത് പിന്നെ അവസാനത്തെ 1 മണിക്കൂർ എൻ്റെ പൊന്നവസ്ഥ ആ നൈസ് ട്രാൻസ്ഫോർമേഷനൊക്കെ സൂപ്പർ പടി ചെയ്തിട്ടുണ്ട്. അതുവരെ ഒരു ഫൈറ്റ് ഞാൻ അറിയാവുന്ന വലുതായിട്ട് പക്ഷെ അടികൊള്ളുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ആദ്യത്തെ 1.5 മണിക്കൂറിൽ എന്തൊരു ക്യാരക്ടർ. അത് അത്യാവശ്യം സൂപ്പർ തേജസ് ചെയ്തിരുന്നു. പിന്നെ അവസാനത്തെ 1 മണിക്കൂറിൽ ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ പിന്നെ ആർക്ക് അടികൊള്ളൊന്നുമില്ല. ഒരു സൂപ്പർ ഹീറോ പടത്തിൽ ഉള്ള പോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ജു മനോജ് ഇത് വേറൊരു ഗാനമാട്ടോ. ഹൈലി പോസിറ്റീവാണ്. മഞ്ജു മനോജിൻ്റെ വില്ലൻ ക്യാരക്ടർ സൂപ്പർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനു മുമ്പ് കണ്ടില്ല വേദം സിനിമയിൽ. വേദം എന്ന് പറയുന്നത് അല്ലൂരിൻ്റെ പടമാണ്. അതിൽ ഒരു ചെറിയ ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങേര്. അപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങേര്. അപ്പോൾ അത് അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മുമ്പ്. അപ്പോൾ മീൻസ് വേദം സിനിമ എനിക്കൊരു ആവറേജ് ഫിലിമായിരുന്നു. അതിൽ വില്ലൻ സൂപ്പറായിരുന്നു വേറെ കാര്യം. വില്ലൻ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം എന്തോ പോലെ തോന്നിയൊരു സിനിമയായിരുന്നു. അതായത് സത്യ സിനിമയെ കുറിച്ച് എനിക്ക് തോന്നിയത്. കാരണം മീൻസ് അതൊക്കെ ഞാൻ എൻ്റെ മലയാള വർഷം കണ്ടപ്പോൾ എനിക്കിത് ഇതൊന്ന് കാട്ടി വെച്ചിരുന്നു. അമ്മാതിരിയായിരുന്നു തോന്നിയത്. വേറെ ഒന്നും വിചാരിച്ചാൽ അതിനൊക്കെ അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്ത് തേങ്ങയൊക്കെയാണെന്ന് എനിക്ക് ഇടേണ്ടി മനസ്സിലായില്ല. അതെന്തിനാട്ടോ എന്തായാലും ഇത് യൂണിവേഴ്സാണ്. എന്തായാലും ഇനി മിറായത് യൂണിവേഴ്സിലോട്ട് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്ന് ഐ ഡോണ്ട് നോ. പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഒരു TG വിശ്വപ്രസാദാണ്. മീൻസ് പീപ്പിൾ മീഡിയ ഫാക്ടറി എന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ്. മീൻസ് വിശ്വരാമനും പിന്നെ ഇപ്പോൾ ശ്രീമുരളി ആയിട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ പേരൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ ഒരു പടമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഇറങ്ങിയാൽ മതി. പിന്നെ ജാത്ത് ഇങ്ങനെ അവരായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് മറ്റേ സണ്ണിയുടെയുള്ള. പിന്നെ ഋതിക നായക് പുതു നടിയാണ് എന്ന് തോന്നുന്നു. അതിൻ്റെ സൂപ്പർ ചെയ്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ സൂപ്പർ. ശ്രേയസ് ജയറാമൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ജഗവതി ബാബുവിൻ്റെ ക്യാമിയ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാലും ഓക്കെ കൊള്ളാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഹൈലി പോസിറ്റീവ്സിൽ എനിക്ക് ടോട്ടൽ 4 ഹൈലി പോസിറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ മഞ്ജു മനോജിൻ്റെ പെർഫോമൻസ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ അത് പ്രഭാസിൻ്റെ നരേഷൻ അത് തീസാനായിരുന്നു. പിന്നെ ഈ സിനിമയുടെ വിഷ്വൽസ് സൂപ്പർ ചെയ്തിട്ടുണ്ട്. ആര് ചെയ്താൽ എനിക്ക് അറിഞ്ഞൂടെ. അത് പൊടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ട് കറക്റ്റ് ട്രിവോറ സ്ട്രിക്കോൾ എനിക്ക് ആ മായ എന്ന പേര് കിട്ടുന്നില്ല. എന്നാലും ഞാൻ പറയാം. അതെന്തോ ഭാഗ്യത്തിരിച്ച് സൂപ്പർ സ്റ്റണ്ട്സ് നല്ല സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയും എനിക്ക് അതിൽ പോസിറ്റീവ്സ്. എന്തായാലും എനിക്ക് ലാഗ് തോന്നിപ്പിച്ചൊന്നുമില്ല. ബിക്കോസ് അത്യാവശ്യം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പറയാം മ്യൂസിക് ഹരി യു ഹാവ് എ ബെറ്റർ ഫ്യൂച്ചർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഈ സിനിമയിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയും ഇതുപോലത്തെ പടങ്ങളിൽ മ്യൂസിക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശ്രീകർ പ്രസാദ് അവിടുത്തെ വലിയൊരു എഡിറ്ററാണ്. അങ്ങനെ ഒരു സൂപ്പർ എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു സിനിമ മാറ്റേണ്ട ഒരു ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് വല്ല ഫീൽ എന്നെ പറയാനും വേണ്ട.
എന്തായാലും മറ്റേ പാട്ട് മാറ്റിയത് ഭാഗ്യമുണ്ട് ഈ സിനിമയിൽ നിന്ന്. മറ്റേ വൈബന്തി എന്ന് പറഞ്ഞൊരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ യൂട്യൂബിലൂടെ ഉണ്ട്. അത് നല്ല പാട്ടൊക്കെയാണ്, പക്ഷെ ഈ സിനിമയുടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആ പാട്ട് ഇവിടെ വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതൊരു പ്രൊമോ സോങ് ആയിരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം ഈ സിനിമയും ആ പാട്ടുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം സിനിമയിൽ ആ പാട്ട് വെച്ചാൽ ഈ സിനിമ നശിച്ചു പോയുള്ളൂ. അതുകൊണ്ട് അതെടുത്ത് മാറ്റിയത് എന്തോ നല്ല ഭാഗ്യമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഞാൻ ആ പാട്ട് കൂടെയൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ബട്ട് സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കണമെങ്കിൽ അങ്ങനത്തെ പാട്ടൊന്നും സിനിമയിലോട്ട് കയറ്റാതിരിക്കുക, ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ മാസ് സിനിമ, നമ്മുടെ സൂര്യയുടെ അതിൽ ഒരു പാട്ടുണ്ട്, സിനിമ മാസ് എന്തോ പറഞ്ഞിട്ട് പാട്ടെന്തോ പറഞ്ഞിട്ടുണ്ട് അതിൽ. ആ പാട്ട് സിനിമയുടെ സ്റ്റോറി വൈസ് നോക്കിയപ്പോൾ ഈ പാട്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുകയും പിന്നെ അത് അങ്ങനെ പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഏറ്റവും നൈസായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് സിനിമയുടെ സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ ആ പാട്ട് സിനിമയിലോട്ട് കയറി വന്നാൽ ആ സ്റ്റോറിയെ ബാധിക്കും എന്ന് വിചാരിച്ച് അത് ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. അതും അത്യാവശ്യം അതുമാതിരി ഇവിടെയും അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാട്ട് ആ സിനിമയുടെ സ്റ്റോറിയെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയിട്ടുണ്ടായി. അത് നല്ല കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ദേവരയ്ക്ക് ഞാൻ പോയ സമയത്ത് മറ്റേ ധാവടി വരുന്ന സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ചു, പക്ഷേ ഞാൻ മനസ്സിലായി ഈ സ്റ്റോറിയെ ബാധിക്കുന്ന പാട്ട് വന്ന സ്റ്റോറിയെ ബാധിക്കുന്ന എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇല്ലാതിരുന്നത് ഭാഗ്യമെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ പാട്ട് നൈസായിരുന്നു. എന്തായാലും എനിക്കിത്ര പറയാനുള്ളൂ. അതും തൊട്ട് അവസാനം വരെ ഒരു ലാഗുമില്ല. കാർത്തികട്ടമ്മേനി നീലയും തേജസ്വിനിയും ഒരുമിച്ച് വർക്ക് ചെയ്യട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് സഹായിക്കുക. അപ്പോൾ പറയാൻ പറഞ്ഞിട്ടുള്ളത് രാത്രി 10:30 PVR കൊണ്ടാണ് തെലുങ്ക് വെർഷൻ. സൂപ്പർ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് നമുക്ക് സഹായിക്കുക. പിന്നെ അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വിസ്കസ്, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കാസ്ട്രോണ്ടർ മൂവി മീഡിയ.